ശ്രീരാജേന്ദ്രൻ അങ്ങനെ ഒരുപാട് ദിവസം ശേഷം മേയർ ആര്യയുടെ രഹസ്യമൊഴി ഇന്ന് എടുത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആ യദു കൊടുത്ത കേസിനെ പറ്റി മേയറിന്റെ മൊഴി എടുത്തിട്ടില്ല. ഇതിപ്പം മേയർ കൊടുത്ത കേസിന്റെ മൊഴിയാണ് എടുത്തിരിക്കുന്നത്. ആ അതെ അതെ അതെ. അപ്പൊ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിയമപ്രകാരമുള്ള രഹസ്യമൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പരസ്യമായിട്ടുള്ള മൊഴിയല്ല, രഹസ്യമായിട്ടുള്ള മൊഴിയാണ്. അതെല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതാണ് രഹസ്യമൊഴി. അപ്പോൾ തന്നെ ഇപ്പോൾ അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി മജിസ്ട്രേറ്റ് അതിന്റെ മൊഴി എടുത്തിരിക്കുകയാണ്. അത് പ്രകാരമാണെങ്കിൽ അത് വകുപ്പ് വേറെയാണ്, തീർച്ചയായിട്ടും അതിന് നടപടിയെടുത്തേ മതിയാവും. അത് പ്രകാരം ആർക്കെതിരെയാണോ പരാതി പോയിട്ടുള്ളത് ആള് തീർച്ചയായിട്ടും പ്രതിയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റിന് വിധേയമാക്കുക തുടങ്ങിയ ജുഡീഷ്യൽ അല്ലെങ്കിൽ പോലീസ് റിമാൻഡിൽ അങ്ങനെ തീരുമാനങ്ങൾ കോടതിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ആ കോടതിയുടെ തീരുമാനപ്രകാരം പോലീസിന് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ട ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ പീഡന കേസുകൾ അതുപോലുള്ള കേസുകളിലാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പീഡന നിയമം, സ്ത്രീ പീഡന നിയമം എന്ന് പറയുന്നത് വളരെ കർക്കശമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മിനിറ്റിൽ കൂടുതൽ സ്ത്രീയുടെ മുഖത്ത് തുറച്ചു നോക്കുന്നത് പോലും ഇൻഡീസെന്റ് ലുക്ക് എന്ന് പറയും അതിന്, അതുപോലും കുറ്റകരം. അപ്പൊ അശ്ലീകരമായിട്ടുള്ള ആംഗ്യം കാണിക്കൽ, ബോഡി ഷെയിം ഒക്കെ കുറ്റകരമാണ്. അപ്പൊ ആർക്കെതിരെ വേണമെങ്കിലും ഏത് സമയത്തും പ്രയോഗിക്കാവുന്ന ചാട്ടുളികളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മൊഴി കിട്ടിയാൽ ഉടൻ തന്നെ നടപടി എടുക്കണമെന്നുള്ളതാണ്. അപ്പൊ തെളിവുകളൊന്നും ആവശ്യമില്ല. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തുടർന്ന് അദ്ദേഹത്തിന് റിമാൻഡിലാക്കുകയും ചെയ്യാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. അപ്പൊ വകുപ്പ് മാറിയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഗതാഗതം തടസ്സപ്പെടുത്തി എന്നുള്ളതൊക്കെ മാറ്റി വണ്ടി ഓടിച്ച് സ്വകൃത്യം നിർവഹിച്ചിരിക്കുന്ന ഒരു ഡ്രൈവർക്ക് മേലെ ഇപ്പോൾ ഒരു ശരിയായ രീതിയിൽ പറഞ്ഞ ഒരു പീഡന കേസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അതിന്റെ എവിഡൻസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പോലീസിന്റെ അന്വേഷണത്തിൽ എവിഡൻസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ മൊഴിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മൊഴികൾ നേരത്തെ തന്നെ പലരും, സരിതാ നായരും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ സ്വപ്നയും ഉപയോഗിച്ചിട്ടുള്ള മൊഴി തന്നെയാണ്. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. വകുപ്പുകളെല്ലാം മാറ്റി വളരെ ബുദ്ധിപൂർവ്വം യദുവിനെതിരെ കരുക്കൾ നീക്കിയിരിക്കുകയാണ്. അവസാനത്തെ ആയുധമായിട്ടുള്ള ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസിനെ യദുവിനെ അറസ്റ്റ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും പറ്റും. അതൊരു ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്ന് കാത്തിരുന്ന ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രി വന്നപ്പോൾ മേയറെ മാറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ ആ തൊഴിലാളിക്ക് മേയർ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നഗരം മുഴുവൻ ഇപ്പോൾ കുളം കോരിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുഴുവൻ കുളമായിരിക്കുകയാണ്. ഇപ്പൊ യദുവിന്റെ ഭാവി ഇപ്പൊ കുളമാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് യദു കൊടുത്ത കേസിൽ എന്തുകൊണ്ട് മേയർക്കെതിരെ മേയറുടെ മൊഴി എടുക്കുന്നില്ല? യദുവിന് ഇതുപോലെ ശക്തമായിട്ടുള്ള നിയമ പിൻബലം കിട്ടിയില്ല. കാരണം ഒരു സ്ത്രീ അല്ലല്ലോ. അപ്പൊ ആ രീതിയിലുള്ള എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിന് അവകാശവുമില്ല. ആണല്ലോ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ശാക്തീകരിക്കുക എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെയുള്ള വകുപ്പുകളുണ്ടല്ലോ. അത് പല സ്ത്രീകളും വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാറുമുണ്ട്, മുതലെടുക്കാറുമുണ്ട്. അങ്ങനെ ചിലരെയൊക്കെ കോടതി കുടഞ്ഞു വിടാറുമുണ്ട്. പക്ഷെ ഈ തരത്തിൽ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ ശരിയായിട്ടുള്ള ഡയമെൻഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് വരുമ്പോൾ മേയർ കുഴപ്പത്തിലാവും. നിയമലംഘനം മേയറാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ മൊഴി കൊടുത്തു കഴിയുമ്പോൾ സംഗതി യദുവിനെതിരായിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് മാറുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു വകുപ്പാണത്. അപ്പൊ അത് പ്രത്യേകിച്ച് ഒരു മേയർ കൂടി ആവുമ്പോൾ അത് കള്ളം പറയില്ല എന്നൊരു ബോധ്യം കൂടി കോടതിക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു കെണി യദുവിന് കാത്തിരിപ്പുണ്ട്.